ഒരു യൂസ്ഡ് വാഹനം വാങ്ങിക്കുന്നതിന് മുമ്പ് ആ വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള സിമ്പിളായിട്ടൊരു ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. നിങ്ങളുടെ സ്വമേധയാ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ചെക്ക് ചെയ്യാം. ഒരു ചെറിയ ട്രിക്കാണ്, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമ്മുടെ വാഹനങ്ങൾ ഡോറുകൾ ജസ്റ്റ് അടക്കുക, തുറക്കുക, അടക്കുക. അടക്കുമ്പോൾ കിട്ടുന്നൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ടിൻ്റെ സ്മൂത്ത്നെസ് എത്രത്തോളം നിൽക്കുക. ഇത് വാഹനങ്ങൾ അടക്കുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ട് വളരെ സ്മൂത്താണ്. അപ്പോൾ ആ സ്മൂത്ത്നെസ് നോക്കിയിട്ട് നമുക്ക് ആ വാഹനത്തിൻ്റെ ഡോർ പാഡുകളുടെ അല്ലെങ്കിൽ ഡോറിൻ്റെ ഭാഗങ്ങൾ അധികം പെയിൻറ്റിങ് വർക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെൻറ്റിങ് വർക്കോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സ്മൂത്ത് സൗണ്ട് കിട്ടുന്നത് എന്തെന്നുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിന് മുമ്പ് ഡോറിനകത്ത് വർക്കോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. ഡോറിനകത്തോ അല്ലെങ്കിൽ പില്ലറിൻ്റെ ഭാഗങ്ങളിലോ വർക്കോ കാര്യങ്ങളോ ഒന്നും വരാത്തതുകൊണ്ടാണ് ഇത്രയും നല്ല സ്മൂത്ത് സൗണ്ട് കിട്ടുന്നത്. ഇനി ചിലപ്പോൾ ഇത് അപ്ലിക്കബിൾ ആവുമോ അല്ലേ എന്നുള്ള പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇനി സ്മൂത്ത് അല്ലാത്തൊരു സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. സെയിം മോഡലിൽ നിൽക്കുന്ന മറ്റൊരു വാഹനം ഇതിൻ്റെ ഡോർ തുറന്ന് നടക്കുകയാണെങ്കിൽ കളക്ക് എന്ത് സൗണ്ട് അത്? കാരണം ആ സൗണ്ട്, ആ ആദ്യം കാണിച്ച വാഹനത്തിൻ്റെ സൗണ്ടും ഈ ഒരു സൗണ്ടും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇത് മൊത്തത്തിൽ ഷെയ്ക്ക് വരുന്ന രീതിയിലാണ്. കാരണം വെച്ചാൽ ഇത് ഓൾറെഡി പുട്ടി വർക്കൊക്കെ കയറിയിട്ടുണ്ട്, റീപെയിൻറ്റ് വർക്കൊക്കെ കയറിയിട്ടുണ്ട്, ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് എൻ്റയർലി ആദ്യം കാണിച്ച വാഹനത്തിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി, എക്സ്റ്റീരിയർ ക്വാളിറ്റി എത്രത്തോളം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. 2 ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള 2 വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2 മൾട്ടി ജെറ്റിൽ ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനങ്ങൾ 17 to 18 റേഞ്ചിൽ ഡീസൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന സാധാരണക്കാർക്ക് പറ്റിയുള്ള വാഹനങ്ങൾ. ഒത്തിരി പേര് കമൻറ്റിലൂടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് പറ്റിയുള്ള വാഹനങ്ങളിൽ ചെറിയ ബഡ്ജറ്റുള്ള വാഹനങ്ങളിൽ എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ട് 2 വാഹനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് 2012 മോഡലിൽ നിൽക്കുന്ന പൂണ്ട് ആക്റ്റീവ് എന്ന വേരിയന്റിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh something കിലോമീറ്റർ ഓടിയിലൊക്കെ 11 കോഴിക്കോട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് വാഹനം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. എവിടെയും അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും കയറാതെ പക്ക നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ തന്നെ എഞ്ചിൻ ഭാഗമാണെങ്കിൽ മെക്കാനിക്കൽ ഭാഗമാണെങ്കിൽ പ്രോപ്പർലി സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ് ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 door പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഫിയറ്റിൻ്റെ സെയിം നമ്മുടെ സ്വിഫ്റ്റ് മാരുതിയുടെ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. മൾട്ടി ജെറ്റ് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ വെച്ചാൽ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. മാത്രമല്ല ഇനി എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫിയറ്റാണ്, കമ്പനി പൂട്ടിപ്പോയതാണ്, അതുകൊണ്ട് നമുക്ക് സർവീസ് കാര്യങ്ങളെല്ലാം കിട്ടുമോ എന്നുള്ള പലർക്കും സംശയം ഉണ്ടാവും. ഒരു പേടിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഏത് കുഗ്രാമത്തിലും സർവീസ് കിട്ടുന്ന നമ്മുടെ മാരുതിയിൽ ഉപയോഗിച്ചിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് ഫിയറ്റിൻ്റെ അവരുടെ സ്വന്തം വാഹനത്തിനകത്തും അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഭാഗങ്ങൾക്ക് ഏത് സ്പെയർ ആയാലും പാർട്സ് ആയാലും നമുക്ക് എവിടെയും അവൈലബിൾ ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡീസൽ ഒരു 17 to 18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും എവിടെയും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ടയർസും ഒരു ആവറേജ് ടയേഴ്സിൽ നിൽക്കുന്നു. ഇൻറ്റീരിയർ ആണെങ്കിൽ കമ്പനി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. അതെല്ലാം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പരിക്കോ ഡാമേജോ കാര്യങ്ങൾ ഒന്നുമില്ലാത്ത ഈ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 2 ലക്ഷം രൂപ നെറ്റ് പ്രൈസോടുകൂടി. ഇനി ചെറിയ ബഡ്ജറ്റിൽ മറ്റൊരു വാഹനം കൂടി കിടക്കുന്നുണ്ട്. അതായത് 11 മോഡലിൽ നിൽക്കുന്ന മറ്റൊരു പൂണ്ടവും കൂടി കിടക്കുന്നുണ്ട്. ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. KEL 01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. ഇമോഷൻ എന്ന വേരിയന്റിൽ നിൽക്കുന്ന വാഹനം. ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ആക്റ്റീവിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻ്റാണ്. അലൈസ് വന്നിട്ടുണ്ട്, അതേപോലെ 4 door പവറിൻ്റെ വന്നിട്ടുണ്ട്, AC പവർ സ്റ്റാരിങ് തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. എയർ ബാഗ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ സേഫ്റ്റി ഫീച്ചർ ആയിട്ടൊന്നും വന്നിട്ടില്ല. നോർമൽ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അലോയ് വീൽസ് വന്നിട്ടുണ്ട്, പിന്നെ ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ്, കുറച്ച് ഫീച്ചേഴ്സ് ഇതിനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. പിന്നെ ആക്റ്റീവും ഇമോഷനും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ സെയിം മൾട്ടി ജെറ്റ് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 17, 16, 17, 18 വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 1,65,000 രൂപയ്ക്ക്. അപ്പോൾ ഒരു 11 മോഡലിൽ നിൽക്കുന്ന ഫിയറ്റിൻ്റെ പൂണ്ടയും ഒരു 12 മോഡലിൽ നിൽക്കുന്ന പൂണ്ടയും രണ്ടും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ബോഡി ക്വാളിറ്റിയിൽ ഒന്നും പറയാനില്ല. ഈ ഒരു വാഹനം 12 വാഹനം ഹൈ ബോഡി ക്വാളിറ്റി നിൽക്കുന്നെങ്കിൽ ഈ ഒരു 11 വാഹനം കുറച്ച് റീപെയിൻറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 11 പരിക്കുകളുണ്ട്. പക്ക ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏതൊരു വാഹനം ഈ രീതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാന്നുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഓണർ പ്രൂവ് ചെയ്തിട്ടുള്ളത്. 1 lakh something കിലോമീറ്റർ ഓടിയിട്ട് പോലും ഒരു പരിക്കോ ഡാമേജോ ഒക്കെ വരാത്ത രീതിയിൽ ഈ ഒരു വാഹനം പൊന്നുപോലെ കൊണ്ടുനടന്ന ഓണർക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ 2 വാഹനത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ലോ ബഡ്ജറ്റ് ഡീസൽ എഞ്ചിൻ ചെയ്യുന്ന വാഹനങ്ങൾ ഒത്തിരി വാഹന കളക്ഷൻസ് ഞങ്ങളുടെ പക്കൽ പുതിയതായിട്ട് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അത് പുതിയതായിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.